ഹലോ, ഗുഡ് മോർണിംഗ്. ഇതിപ്പം രാവിലെ ഒരു 5-5:30 സമയമാണേ. പക്ഷേ ഇന്ന് പൊന്നൂസിന് സ്കൂളിൽ പോകണ്ട, ഇന്നും വിദ്യാഭ്യാസ ബന്ധം. അങ്ങനെ പക്ഷെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നല്ല ഇരുട്ട്. പക്ഷെ അമ്മ അടുക്കളയിലുണ്ട്. അമ്മ രാവിലെ അടുക്കളയിൽ വന്നുകൊണ്ട് അവിയലിനൊക്കെ അരിഞ്ഞ് വെച്ച്. എന്നുവെച്ചാൽ അച്ഛന് രാവിലെ പോകണം. അച്ഛൻ ഒരു 6:30 പോവും. അങ്ങനെ അതുകൊണ്ട് അമ്മ രാവിലെ അടുക്കളയിൽ എഴുന്നേൽക്കും. ഒരു 4 മണി 4:30 അമ്മ എഴുന്നേറ്റ് വരും. പക്ഷെ അമ്മ എന്നെ വിളിക്കാറില്ല. അമ്മ വന്ന് നോക്കുമ്പോൾ ഞാൻ ജാനിയെ ഉറക്കുമായിരിക്കും. അതുകൊണ്ട് അമ്മ എന്നെ വിളിക്കാതെ പതുക്കെ ഇങ്ങ് പോരും. ഞാൻ പിന്നെ ജാനി ഉറങ്ങി കഴിയുമ്പോഴാണ് അടുക്കളയിലോട്ട് വരുന്നത്. പിന്നെ രാവിലെ പിന്നെ നേരത്തെ എഴുന്നേറ്റ് വന്നാൽ എൻ്റെ ജോലി രാവിലത്തെ കാപ്പി ഈ അരിഞ്ഞ് വെച്ചേക്കുന്നതൊക്കെ ഒന്ന് റെഡിയാക്കുക. രാവിലെ ഇന്ന് ദോശയായിരുന്നു. അന്നേരം അച്ഛന് വേണ്ടി ആദ്യം ചൂടോടെ ദോശ ചുട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓരോ ദോശ ഇട്ടിട്ട് എനിക്ക് ഈ ദോശക്കല്ലിൽ ചുടുന്ന ദോശ ഭയങ്കര ഇഷ്ടം. എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു മൊരി ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ദോശയുടെ അതേ ടേസ്റ്റ് കിട്ടും. അങ്ങനെ രാവിലെ ദോശയും പിന്നെ പപ്പടം. നമ്മുടെ അച്ഛൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദോശയായ നമ്മുടെ ചുമന്ന കളറുള്ള റെഡ് കളറുള്ള ചമ്മന്തിയും പപ്പടവും ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്. ഇത് നല്ല പപ്പടം നമ്മളൊരു ആൻറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ്. അങ്ങനെ ഒരു 6:45 ജാനിക്കുട്ടി ഇപ്പോൾ സ്വന്തമായിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഇറങ്ങി വരും. വന്നിങ്ങനെ നിന്നിട്ട് പപ്പടമൊക്കെ ചോദിക്കും. പപ്പടം ഇന്ന് ചോദിച്ചപ്പോൾ എടുത്ത് കൊടുത്തില്ല. കാര്യം എന്ന് വെച്ചാൽ വായൊന്നും കഴുകിയിട്ടില്ല, അതുകൊണ്ട് കൊടുത്തില്ല. പിന്നെ അച്ഛൻ പിന്നെ റെഡിയായിട്ട് വന്നിട്ട് അവിടെ പപ്പടം ഊതുക ചൂടാന്ന് പറഞ്ഞേന്. പിന്നെ അച്ഛൻ പോയി റെഡിയൊക്കെ ആയിട്ട് വന്നിട്ട് അച്ഛൻ ഇന്ന് രാവിലെ അച്ഛൻ കഴിക്കുന്നതിന് മുമ്പ് കാക്കയ്ക്ക് ഫുഡ് കൊടുത്തിട്ടാണ് പോകുന്നത്. 2 ദോശ കാക്കയ്ക്കുള്ളതാണ്. അങ്ങനെ അച്ഛൻ അതൊക്കെ കൊടുത്ത് അച്ഛന് കഴിക്കാനായിട്ട് ദോശയും പപ്പടവും ചമ്മന്തിയും പിന്നെ ഒരു മുട്ട ബുൾസൈ. രാവിലെ അമ്മ സ്ഥിരം പണ്ടോട്ട് അച്ഛന് കൊടുക്കുന്നൊരു കാര്യം മുട്ട ബുൾസൈ. അച്ഛൻ ബുൾസൈ കഴിക്കാനായിരുന്നു ഇഷ്ടം. തോനെ കുരുമുളകൊക്കെ ഇട്ട്, ഇതിലും കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എനിക്ക് വേണ്ടി ചപ്പാത്തി. എനിക്കും അമ്മയ്ക്കും രാവിലെ ചപ്പാത്തിയാണ്. അങ്ങനെ ആ ചപ്പാത്തി ഉണ്ടാക്കി. ഞങ്ങൾ തലേന്നത്തെ മീൻകറിയൊക്കെ കൂട്ടിയ ചപ്പാത്തി കഴിക്കുന്നത്. അങ്ങനെ ചപ്പാത്തി മേടിച്ച് ഇതിൻ്റെ ഇടയിൽ ജാനിക്കുട്ടിക്കും പൊന്നൂസിനും ഫുഡ് കൊടുത്തു. അപ്പോഴത്തേനൊരു സമയമായി. അന്നേരം എനിക്കത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ എനിക്കും അമ്മയ്ക്കുള്ള ചപ്പാത്തിയൊക്കെ അതാണ്ട് ഉണ്ടാക്കി. ഇതെന്താ ഉണ്ടാക്കുന്നതിന് മുമ്പേ പൊന്നൂസിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജാനിക്കും ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തു. ഞാൻ പക്ഷെ അത് വീഡിയോ പിടിച്ചില്ല. അങ്ങനെ ഫോൺ എടുത്ത ഉടനെ ജാനിക്കുട്ടി പറയും ഫോൺ വേണമെന്ന്. അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. അങ്ങനെ താണ്ട് 2 പേർക്ക് ഈ 2 ചപ്പാത്തി വീതമാണ് ഉണ്ടാക്കുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ സാധാരണ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കും. പക്ഷേ ഉണ്ടാക്കാൻ ഈ വട്ടം പറ്റിയില്ല. കാര്യമെന്ന് വെച്ചാൽ മാവ് തീർന്നു പോയി. ഇനി വാങ്ങിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. എനിക്കിന്ന് വലിയൊരു അബദ്ധവും പറ്റിയിട്ടുണ്ട്. ഞാനും അമ്മയും ചപ്പാത്തിയുടെ കൂടെ മീൻകറി കൂട്ടിയാണ് കഴിച്ചത്. കാര്യം തലേന്നത്തെ നല്ല മുളകരച്ച മത്തിക്കറി ഉണ്ടായിരുന്നു. ഞാനും അമ്മയും ആ മത്തിക്കറിയൊക്കെ കൂട്ടിയാണ് ഈ ചപ്പാത്തി കഴിക്കാൻ പോകുന്നത്. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ജാനി കുറേ വട്ടം എന്തൊക്കെയോ ചോദിച്ചിട്ട് പോകും. അതൊന്നും പിടിച്ചില്ല. ജാനി കാണാൻ ഫോൺ പിടിക്കാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് കഴിക്കാനുള്ള ചപ്പാത്തി അമ്മയ്ക്ക് കഴിക്കാനുള്ള ഉണ്ടാക്കി ഗ്യാസൊക്കെ ഓഫാക്കി തലേന്നത്തെ മീൻകറി മുളകിട്ട മീൻകറിയൊക്കെ കൂട്ടി ഞാനങ്ങനെ ചപ്പാത്തി കഴിക്കാനായിട്ട്. അമ്മ കഴിച്ചില്ല. അമ്മ ഇച്ചിരി കഴിഞ്ഞിട്ടേ കഴിക്കും. ഉണ്ടാക്കി വെച്ചാലും അമ്മ ചൂടോടെ കഴിക്കണമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കഴിക്കാൻ ഭയങ്കര അമ്മ ആ സമയത്ത് വേറെ എന്തെങ്കിലും ഒരു ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ ഞാൻ ചപ്പാത്തി കഴിച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റി. ചിപ്പി ചേച്ചിയുടെ മെനഞ്ഞാന്നത്തെ മെസ്സേജ് കണ്ടിട്ട് ഞാൻ പൊന്നൂസിനെ ഇന്ന് രാവിലെ 10 മണിയായപ്പോൾ ഒരുക്കി ട്യൂഷനും ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഇറക്കി റോഡിൽ എത്തിയപ്പോഴാണ് മേളിൽ നിന്ന് മാമി വിളിച്ചു പറഞ്ഞു, എടി ട്യൂഷനില്ല, ചിപ്പി ജോലിക്ക് പോയല്ലോ. പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു മെസ്സേജ് 10 മണിക്കായിരുന്നല്ലോ എന്ന്. പറഞ്ഞു പോടി, 5 മണിക്കാണ് ട്യൂഷൻ, ഇന്ന് നമുക്ക് ജോലിയുണ്ട്. അങ്ങനെ പൊന്നൂസ് തിരിച്ചു വന്നിട്ട് അമ്മ എന്നെ TV കാണാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് എന്നെ കുറേ തട്ടി എന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. വീഡിയോ പിടി എല്ലാവരും കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇത് കളിച്ച് എന്നെ ഒരു കമ്പെടുത്ത് ചുമ്മാ അടിക്കത്തൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ അടി തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പൊന്നൂസ് തിരിച്ച് കയറിപ്പോൾ പിന്നെ ഞാനും അമ്മയും ഞങ്ങളൊക്കെ ബാങ്കിൽ പോകണം, ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതിനായിട്ട് ഇറങ്ങി. ആദ്യം ഞങ്ങൾ ഓട്ടോയ്ക്കകത്ത് പോയെന്ന് വെച്ചാൽ അമ്മയ്ക്ക് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഓട്ടോയ്ക്കകത്ത് പോകാനായിട്ട് ഇറങ്ങി. വണ്ടിയിലൊക്കെ കയറി. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ കേരള ബാങ്കിലെ കോട്ടൺ ജംഗ്ഷനിൽ ബാങ്കുണ്ട്. ഞങ്ങൾ അവിടോട്ട് ആദ്യം ചെന്നത്. അവിടെ നിന്ന് വെച്ചൊരു പണയത്തിന് പലിശ അടയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതിനായിട്ട് പോയത്. ജാനിക്കുട്ടിയുടെ എല്ലാ പാലും എല്ലാം അന്നേരം കലക്കിയതാട്ടോ. അവിടെ ചെല്ലുമ്പോൾ കൊടുക്കുക, അപ്പോഴത്തേക്ക് തണുക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ബാങ്കിലെത്തി കഴിഞ്ഞിട്ട് ജാനി കുറേ നേരം കളിക്കുമായിരുന്നു. പിന്നെ അതെല്ലാം കണ്ട ബാങ്കിലെത്തി അവിടെ ഇരുന്ന് 2 പേരും കൂടെ അവിടെ ഇരുന്ന് കളിച്ച്. എൻ്റെ ഷാളിനകത്താണ് ഈ കളി
മൊത്തം നടക്കുന്നത്. അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അങ്ങനെ കുറേ നേരം കളിച്ച് ഒരുപാട് സമയമെടുത്തു. ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ ഞങ്ങളിവിടുന്ന് പോയത് ഒരു 11:30 സമയത്താണെങ്കിൽ ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ 12:45 ആ സമയമായിരുന്നു. അതുവരെ ജാനി അടക്കിയിരുത്തിയതെല്ലാം പൊന്നൂസ്. ഇച്ചിരി പാടാന്ന് വെച്ചാൽ ഇങ്ങോട്ടോടും പിന്നെയും കുഞ്ഞ് വിളിച്ചുകൊണ്ട് വരും. പിന്നെയും അന്നേരം അമ്മ അവിടെ വന്ന് ക്യാഷിൽ പൈസ അടയ്ക്കാൻ നിൽക്കും. കുറേ ഡൗട്ടും ഇന്നത് അടയ്ക്കാൻ ചിലവൻ പറയും ഇന്നത് വേണം. പിന്നെ അവിടുന്ന് വിളിച്ചുകൊണ്ട് വരും. ജാനി കണ്ട് അമ്മയുടെ തോളെ കയറിയിട്ടുണ്ട്. പിടിച്ചോണ്ട് വരട്ടെ അമ്മ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ പൈസയൊക്കെ അടച്ച് നേരെ ഇളമ്പലെത്തി. സൂപ്പർ മാർക്കറ്റിൽ കയറുന്നത് ഒറ്റ സാധനം മേടിക്കാൻ കയറാൻ 2-3 സാധനം വാങ്ങിച്ചിട്ട് ഇറങ്ങി. നേരെ പോകുന്നത് നമുക്കിപ്പം സ്ഥിരം കയറുന്നതുകൊണ്ട് അറിയാം. അതുകൊണ്ട് ഈ സെക്ഷനാണ് കുഞ്ഞുങ്ങളുടെ പാൽപ്പൊടി. അങ്ങനെ ജാനിക്ക് ഞാൻ മേടിക്കുന്നത്, ഞാൻ സെർലാക്ക് മേടിക്കാറേ ഇല്ല. ഞാൻ മേടിക്കുന്നത് ഡെക്സോലാക്കാണ്. ഡെക്സോലാക്ക് ഇപ്പോൾ 4 ആയി. എന്നുവെച്ചാൽ 1.5 വയസ്സ് മുതൽ 2 വയസ്സ് അങ്ങനെ ഡെക്സോലാക്കാണ്. ഇത് മാമിയുടെ കൈ കൊടുത്ത് അതോടെ ഒറ്റ എണ്ണ ഉള്ളായിരുന്നു, അത് ഞാനെടുത്ത് കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ച് എല്ലാം ഒന്ന് നോക്കി, ഹെൽത്ത് മിക്സും കാര്യങ്ങളും ചുമ്മാ അതൊന്ന് ഓടിച്ച് കാണിക്കാൻ വേണ്ടി നോക്കിയാണ്. പൊന്നൂസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. പൊന്നൂസ് ഇന്നൊന്നും വേണമെന്ന് പറഞ്ഞില്ല. കാര്യം എന്ന് വെച്ചാൽ പൊന്നൂസിനുള്ളതെല്ലാം ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു മുന്നേ. അങ്ങനെ ഡെക്സോലാക്കൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ അടിക്കാനായിട്ട് നിന്നപ്പോഴാണ് അമ്മ അവിടെ അമ്മയുടെ കൂട്ടുകാരിയുടെ അടുത്ത് കാര്യം പറയാൻ പോയി. പിന്നെ അവിടെ നിന്ന് പൊന്നൂസ് കണ്ട ഒരു ലിപ് ബാം എടുത്ത് കണ്ട് അതും കൂടെ വെച്ച്. ഇപ്പം ഡെക്സോലാക്ക് ഞാൻ 4 അപ്പോൾ ജാനുവരി പ്രസവിച്ച് അന്നും എടുത്തിട്ട് ഈ ഡെക്സോലാക്ക് ആദ്യം ലാക്ടോജനായിരുന്നു, പിന്നെ അത് മാറ്റി ഡെക്സോലാക്കാക്കി. പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി കുറച്ച് ഈന്തപ്പഴവും വാങ്ങിച്ച് പിന്നെ ഇതെല്ലാം എടുത്ത് വീട്ടിലോട്ട്. ബായ്.